കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനമാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ അധീനതയിലുള്ള നീതി ആയോഗിന് തന്നെ നിരവധി പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റാങ്കിങ് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇത്രമാത്രം വ്യാജ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചതായി കണ്ടത് കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടു എന്നാണ്. കേരളത്തിൽ നിപ്പ ബാധിച്ച എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിനാണ് കേരളത്തിൽ ഇത്രമാത്രം വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നത്? ദേശീയ ശരാശരി നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 70%. എന്നാൽ കേരളത്തിൽ അത് 33%. അത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ മികവാർന്ന സമീപനത്തിൻ്റെയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ്. അപ്പോൾ വ്യാജ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല അങ്ങേയറ്റം മോശമാണ് എന്ന് വരുത്തിയെടുക്കാനുള്ള നീക്കത്തെ ശക്തമായി കേരളീയ സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയുള്ള മരണത്തെയെല്ലാം അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ കലാപം ആഹ്വാനം ചെയ്താൽ കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രയിൽ കഴിഞ്ഞ ദിവസം ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ദുരന്തമുണ്ടായി. 50-ൽ കൂടുതൽ ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ IPL വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ തിക്കിലും തിരക്കിലും വിട്ട് 14-ൽ കൂടുതൽ ആളുകൾ മരിച്ച വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ മരണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിൽ ആദ്യം യൂത്ത് കോൺഗ്രസ് അത്തരം സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികൾ രാജിവെച്ച് പുറത്തു പോകാൻ ആദ്യം ആവശ്യപ്പെടണം. ഇവിടെ മരണത്തെ എത്രമാത്രം അപഹാസ്യമായിട്ടാണ് ഇവർ കാണുന്നത്, എത്രമാത്രം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലാണ് അവിടെ ഒരു മരണമുണ്ടായത്. ദയനീയമായ, ദാരുണമായ, നമുക്കെല്ലാം പ്രയാസമുണ്ടാക്കിയിട്ടുള്ളൊരു മരണമാണ്. ആ മരണം നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഓടിച്ചെന്ന് KPCCയുടെ ഉയർന്ന നേതൃത്വം തന്നെ അതിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. KPCCയുടെ ഒരു ഉയർന്ന നേതാവ് രാത്രിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ആകുമ്പോഴേക്കും അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം മരണത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നവരായിട്ട് കോൺഗ്രസ് മാറുകയാണ്. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്.